ഈ തവണത്തെ ഇലക്ഷന് BJP ഒരു സീറ്റെങ്കിലും പിടിക്കുമോ, അതായത് നമ്മുടെ താമര ഒരു വിരിയോ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് താമര വിരിയുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എത്ര താമര വിരിയും എന്നുള്ളതും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലൊക്കെ പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇലക്ഷനെ BJP എത്ര സീറ്റ് പിടിക്കുന്നതാണെന്ന് തോന്നണേ? BJP ഇവിടെ ഒന്നും പിടിക്കില്ല. പിന്നെ തിരുവനന്തപുരം പിടിച്ച ഒരെണ്ണം കിട്ടി, അല്ലാണ്ടൊന്നും BJP ഒരു ഇത് പിടിക്കൂല എന്നാണ് എന്റെ ഒരു കണക്കൂട്ടിലെത്താം. ഒന്നും പിടിക്കില്ല, സീറോ ആയിരിക്കുള്ളൂ. എന്ന് വെച്ചാൽ മലയാളികളെ അറിയാലോ, മലയാളികൾ എല്ലാം ശ്രദ്ധിച്ചാലേ ചെയ്യുള്ളൂ. BJP എല്ലാത്തിനും കൂടുതൽ BJP കിട്ടും. ഏകദേശം എത്ര സീറ്റ് പിടിക്കും അറിയത്തില്ല. എന്നാലും അത്യാവശ്യം പിടിക്കുന്നുണ്ടോ? നമ്മുടെ ഇവിടെ BJP വന്നെങ്കിൽ നല്ലതാണെന്ന് തോന്നുന്നുണ്ടോ? എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നാൻ കാരണം? ഇത്ര നാളത്തെ ഭരണം അങ്ങനെ ആയിരുന്നല്ലോ, അതുകൊണ്ട് ഒരു പുതിയൊരു ഭരണം വന്നെന്നാണ് ചേച്ചി ആഗ്രഹിക്കുന്നത്. BJP പ്രാവശ്യം എന്തായാലും പിടിക്കുമെന്ന് തന്നെ പ്രതീക്ഷയുണ്ട്. എവിടെയായിരിക്കും നിങ്ങളുടെ ഒരു നിഗമനത്തിൽ പിടിക്കാൻ സാധ്യത? അല്ല, അതിപ്പോ പല ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ അഖിൽമാരാറിന് പറയും നമുക്കിവിടെ ചാൻസ് പറയുന്നുണ്ട്. തൃക്കാക്കരയില് പിടിക്കാൻ ചാൻസ് ഉണ്ട്. എന്തായാലും കേന്ദ്രത്തിലെ ഇതൊക്കെ വെച്ചുകൊണ്ട് ഒരു മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ താമര വിരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പ്രൊട്ടസ്റ്റ് ജനങ്ങളല്ലേ തീരുമാനിക്കണം വിരിക്കണോ വേണ്ടത്. അപ്പൊ എന്തായാലും BJP ഒരു സീറ്റെങ്കിലും ഉണ്ടാവുന്ന പ്രതീക്ഷിക്കുന്നുണ്ട്. പത്ര റിപ്പോർട്ട് അനുസരിച്ച് ഒരു 3-4 സീറ്റ് എന്നാണ് പറയുന്നത്. പക്ഷേ കഴിഞ്ഞ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ ആ വോട്ടൊന്നും എന്തായാലും BJPക്ക് ഈ പിന്നെ അസംബ്ലി ഇലക്ഷനിൽ കിട്ടുമെന്ന് തോന്നുന്നില്ല. അപ്പൊ അതിന്റെ ബേസിൽ ഇപ്പൊ BJP സീറ്റ് പിടിക്കുമെന്ന് പറയാൻ സാധിക്കില്ല. എവിടെയെങ്കിലും ഒരു സീറ്റെങ്കിലും കിട്ടുന്ന ഉറപ്പുണ്ടോ? 4 സീറ്റെന്ന് പത്ര റിപ്പോർട്ട് പറയുന്നുണ്ട്. നമുക്കതിപ്പോ പറയാൻ വലിയ ഉറപ്പില്ല, കാത്തിരുന്നാണ്. അതിന് അഭിപ്രായമൊന്നുമില്ല. എനിക്ക് ഒരു സീറ്റും പിടിക്കില്ല. ഇല്ല എന്നാണ് എന്റെ അഭിപ്രായം. ഒരു സീറ്റും പിടിക്കില്ല എന്നാണ് തോന്നുന്നത്. ഇപ്പൊ അത്യാവശ്യം ഒരുപാട് പോളിംഗിലൊക്കെ 2-3 പറയുന്നുണ്ട്. അതിനോട് എന്താണ് അഭിപ്രായം? ഓരോരുത്തരുടെ അഭിപ്രായമല്ലേ, അങ്ങനെ ഇരിക്കും. BJP വന്നെങ്കിൽ നല്ലതായിരിക്കും. ഐ മീൻ നമ്മുടെ എറണാകുളത്തായാലും എവിടത്തെ ജയിച്ചു കഴിഞ്ഞാൽ. ഇവിടെ ഒന്നും BJP വരൂല എറണാകുളത്ത്. അത് നമ്മൾ ആലോചിക്കേണ്ട കേസല്ലേ. ഇപ്പൊ ഒരു തവണ വിരിഞ്ഞിട്ട് പിന്നെയും പോയി. ഇനി തവണ വീണ്ടും വിരിയുന്നുണ്ടോ? കയറുമായിരിക്കും. കയറി കഴിഞ്ഞാൽ നല്ലതായിരിക്കും തോന്നുന്നുണ്ടോ BJP വന്നു കഴിഞ്ഞാൽ? അതായത് കേന്ദ്രത്തിലുള്ള കുറെ ഫണ്ടുകളൊക്കെ ഇങ്ങോട്ട് വരുന്നു തോന്നുന്നുണ്ടോ? ഓക്കെ, താങ്ക് യു. അറിയില്ല. തവണ BJP ഒരു സീറ്റെങ്കിലും പിടിക്കുന്നു തോന്നുന്നുണ്ടോ നമ്മുടെ കേരളത്തിൽ? 10 കൂടുതൽ. എവിടേക്കായിരിക്കും ഏകദേശം ഒരു 3 പിടിക്കാൻ സാധ്യത? തിരുവനന്തപുരം നേമം, തിരുവനന്തപുരം സെൻട്രല് നേമം, കാട്ടാക്കട, കഴക്കൂട്ടം, ഇവിടെയൊക്കെ പിടിക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ തൃക്കാക്കര അഖിൽമാരാർ ജയിക്കുന്നുണ്ടോ? അഖിൽമാരാർ നമ്മുടെ ജയിക്കില്ല. തൃക്കാക്കരയും ജയിക്കില്ല. പിന്നെ കുന്നത്തനാട് ചിലപ്പോ ദിവാകരൻ ജയിച്ചെന്ന് വരും. ഓക്കെ. BJP വന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും നമ്മുടെ ജനങ്ങൾ. തീർച്ചയായിട്ടും 100%. ഇന്ത്യയുടെ എല്ലാ സ്ഥാനത്തും തെളിയിക്കപ്പെട്ടതല്ലേ, പിന്നെ നമുക്ക് വലിയ സംശയത്തിന്റെ ആവശ്യം വരുന്നില്ല. ഇവിടെ എല്ലാവർക്കും നിങ്ങൾ കൊള്ളില്ലാത്തവനാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നതല്ല, നിങ്ങൾ വേറൊരാളുടെ ഞാൻ പറഞ്ഞ് പറയിപ്പിക്കുക. അങ്ങനെയാണ് ഇവിടെ രാഷ്ട്രീയം ഉണ്ടാക്കുന്നത്. ഞാൻ രാഷ്ട്രീയം ഇല്ലാത്ത ആളാണ്, പക്ഷെ ഞാൻ ഒരാളോട് പറയാ അവൻ കൊള്ളില്ലാത്ത എന്ന് പറയുമ്പോൾ നിന്നെ കൊള്ളില്ല എന്ന് പറയുന്നത് വേറൊരാളോട് കൂടി പറയാം. അങ്ങനെ റൂമറായിട്ട് കയറി വെപ്പോ. അപ്പൊ കൊള്ളില്ലാത്തവനല്ല നീ, എങ്കിലും കൊള്ളില്ലാത്തവനാണെന്ന് പറഞ്ഞാൽ പ്രചരിപ്പിച്ചു. അങ്ങനെ BJPക്ക് രാഷ്ട്രീയത്തിന്റെ പേരിലല്ലാത്ത ഇത് വർഗീയതയുടെ പേരിലാണ്. ഞാൻ BJP കാരനാ, എനിക്കൊരു വർഗീയതയില്ല. ഞാൻ പാവപ്പെട്ടവർക്കും വലിയവർക്കും ചെറിയവർക്കും എല്ലാം ഒരേപോലെ കാണണം. മാത്രമല്ല ഞങ്ങൾ നല്ലൊരു വംശത്തിൽ ജനിച്ചതാ, എന്നിട്ടും വർഗീയതയില്ല. നമ്മൾ പുലയന്റെയും പറയുന്നതും ഉള്ളാറിന്റെയും അതുപോലെ കാക്കാന്റെയും ഒക്കെ തോളത്ത് കഴിയിട്ടാണ് നടക്കണത്. അപ്പൊ അതിനകത്ത് വർഗീയതയുള്ള എല്ലാരും ഫ്രണ്ട്സാ. അപ്പൊ എന്തായാലും BJP എന്തായാലും ഒരു സീറ്റെങ്കിലും പിടിക്കും. 10 സീറ്റ് പിടിക്കുന്നതാണ് ചേട്ടാ പറഞ്ഞത്. 5 പ്രതീക്ഷിക്കാം. ഞാൻ 10 മേലെ പിടിക്കും. ഓക്കെ. BJP ഈ തവണ സീറ്റ് പിടിക്കുന്നു തോന്നുന്നുണ്ടോ? BJP സീറ്റ് പിടിക്കുമെന്ന് തോന്നണില്ല, കുറവായിരിക്കും സാധ്യത. ഒരെണ്ണം പോലും കിട്ടില്ല എന്നാണോ പറയുന്നത്? കിട്ടും. ഒരെണ്ണം എന്തായാലും കിട്ടും, ഉറപ്പാണ് കിട്ടും. BJP ചിലപ്പോ ഒരു സീറ്റ് പിടിച്ചേക്കും, കാരണം അവര് കാശ് വാരി അറിയണം, കോടികൾ വാരി അറിയണം. ഒരു വോട്ടർക്ക് 1 ലക്ഷം വെച്ച് കൊടുക്കാനും അവർക്ക് അച്ഛൻ കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് അവർ കാശ് കൊടുത്ത് പല കളിയും കളിക്കും. അതിന്റെ പേരൊന്നും പറയാൻ പറ്റില്ല. അല്ലാതെ ഒരു
ഇലക്ഷൻ പറയുകയാണെങ്കിൽ അവർക്ക് കിട്ടൂല. കിട്ടില്ല. ഒരു വോട്ട് സീറ്റ് ഇന്നലെ 0 പോലും കിട്ടൂല. ഇതോടെ എന്തായാലും ഒരെണ്ണം ഉറപ്പാണ്. സുരേഷ് ഗോപി ജയിച്ചതും ഒക്കെ അങ്ങനെ തന്നെ കാശ് വാരി ഇറങ്ങി ജയിച്ചാണ്. അല്ലാതെ ഭൂരിപക്ഷത്തിലും കേരളത്തിൽ ജയിക്കില്ല അവര്. മറ്റുള്ള സംസ്ഥാനത്തിലും അങ്ങനെ തന്നെ അവർ ചെയ്യണത്. എന്നുവെച്ചാല് ആദ്യം പോയി പറയും, അതുകൊണ്ട് പൈസ കൊടുക്കും, അല്ലെങ്കിൽ ഭീഷണി അങ്ങനെയൊക്കെ ചെയ്യണം. ഇതൊന്നും മാറ്റി ബാലറ്റും ഇത് മിഷനൊന്നും മാറ്റി ബാലറ്റാക്കി നോക്കിയാൽ അവർ ഒരിക്കലും അധികാരത്തിൽ വരില്ല. ഇത് പല സംസ്ഥാനത്തിൽ ജയിച്ചിട്ടുണ്ട്. മനസ്സിലായി? ഈ മിഷൻ തന്നെ തട്ടിപ്പാണെന്ന് സുപ്രീം കോടതിയിലെ വക്കീലന്മാർ ഉൾപ്പെടെ പറഞ്ഞതാണ്. അവർ ഇന്നവരെ ചെയ്യാം, ആദ്യത്തെ ഒരു മണിക്കൂർ അഡ്ജസ്റ്റ് ചെയ്യാം, പിന്നെ 20,000 വോട്ട് ആദ്യം ഫസ്റ്റ് കറക്റ്റായിട്ട് പിന്നെ കറക്റ്റായിട്ട് എല്ലാം ചെയ്ത് കാണിച്ച് ചെയ്ത് ഒരു കുറെ വക്കീലന്മാർക്ക് നിന്ന് പിന്നെ ആൾക്കാർ വന്നപ്പോൾ അന്നാള് BJP കാൻഡിഡേറ്റാണ്, കോടികൾ കൊണ്ട് കൊടുക്കും. മനസ്സിലായി? അങ്ങനെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അത് ശരി. എന്തായാലും എവിടെയായിരിക്കും കിട്ടാൻ ചാൻസ് എന്നാണ് തോന്നുന്നത്? മേ ബി പാലക്കാട്, നേമത്ത് കിട്ടുമെന്ന് കേൾക്കുന്നുണ്ട്. ട്രിവാൻഡ്രം ഇപ്പൊ ഈ അടുത്ത് പിടിച്ചോണ്ട് ചാൻസ് കൂടുതലാണ്. പാലക്കാട് രമേശ് പിഷാരടി പോലെ നല്ല രീതിയിൽ രമേശ് പിഷാരടി ഈക്വൽ ആണ്, പക്ഷെ ചിലവരും ശോഭയും ജയിക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ആൻഡ് BJP ഒരു വൺ ഓഫ് ദി ഗുഡ് ലീഡർ ആണ് ശോഭ, അപ്പോ ജയിക്കാൻ ചാൻസ് ഉണ്ട്. എന്തായാലും വന്നെങ്കിൽ നല്ലതായിരിക്കും. അതായത് താമര ഇവിടെ വിരിഞ്ഞു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. വികസനം കൊണ്ടുവരുന്നവര് പറയുന്നുണ്ട്. സോ കൊണ്ടുവരുന്നവര് ജയിക്കട്ടെ എന്ന് ഞാൻ പറയുള്ളൂ. ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിപ്പെൻസ് വരുന്ന ലീഡേഴ്സിനനുസരിച്ച് അവർ ചെയ്യുന്ന കാര്യങ്ങൾ അനുസരിച്ചിരിക്കും വികസനം. ഒരു 4 സീറ്റ് കൂടുതൽ കിട്ടാൻ ചാൻസ് ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എവിടെയായിരിക്കും ഏകദേശം? എവിടെയൊക്കെയായിരിക്കും? നേമം, പാലക്കാട്, കുന്നത്തുനാട് കിട്ടാൻ ചാൻസ് ഉണ്ടെന്നൊക്കെയാണ്. ഇപ്പൊ ഞാൻ എൻ്റെ മണ്ഡലം കുന്നത്തുനാടാണ്, കിട്ടാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ അതേപോലെ ഒന്നെങ്കിൽ ഷോൺ ജോർജ് അല്ലെങ്കിൽ PC ജോർജ്, അതിലൊരാൾ ചിലപ്പോൾ ജയിക്കാൻ ചാൻസ് ഉണ്ട്. BJP ഇവിടെ ഒരുപാട് പേര് പറയുന്നുണ്ട് BJP വന്നെങ്കിൽ ശരിയാവില്ല എന്നുള്ള രീതിയിൽ. അത് BJP ഇപ്പൊ ഇതേപോലെ ജയിച്ചു കഴിഞ്ഞാൽ വികസനങ്ങൾ ഉണ്ടാവും തോന്നുന്നുണ്ട് ആ ഒരു മണ്ഡലത്തിൽ. BJPക്ക് കേരളത്തിലുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ ഹെയ്റ്റ് പറയുന്നത് വർഗീയ പാർട്ടി എന്നാണ്. എന്ത് വർഗീയതയാണ്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1-2 പേര് പറഞ്ഞെന്ന് വെച്ച് മൊത്തം ഒരു പാർട്ടീനെ കുറ്റപ്പെടുത്തുന്നതിൽ ഞാൻ യോജിക്കുന്നില്ല. ഇപ്പം UDF-ലും LDF-ലും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വർഗീയത പറഞ്ഞു നടക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ മൊത്തം ഒരു പാർട്ടീനെ അവർ ഒരിക്കലും പറയണ ഞാൻ കണ്ടിട്ടില്ല. ആ വ്യക്തിനെ കുറ്റപ്പെടുത്തുന്ന മാത്രമേ കണ്ടുള്ളൂ. പക്ഷേ BJPയുടെ കാര്യത്തിൽ മാത്രം വരുമ്പോൾ മൊത്തം പാർട്ടീനെ കുറ്റപ്പെടുത്തുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കേരളത്തിലുള്ള വേറൊരു കുറ്റം പറയണ ഞാൻ ഇതുവരെ കണ്ടുള്ളൂ. ആകെ പറയുന്നത് വർഗീയതയാണ്. വികസനത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു ഒന്നും ഉണ്ടായില്ല, അല്ലെങ്കിൽ ജനങ്ങൾക്ക് എന്തെങ്കിലും നന്മ ചെയ്യുന്നുണ്ടോ എന്നൊരു കാര്യം ചോദിക്കുമ്പോൾ ഒന്നും പറയാനില്ല. ആകെ പറയുന്നത് വർഗീയതയാണ്. വേറെ എന്തെങ്കിലും നെഗറ്റീവായ ആളുകൾ പറയട്ടെ, അപ്പം നമുക്ക് നോക്കാം. 30 സീറ്റൊക്കെ പിടിക്കും. 30 സീറ്റ് പിടിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? മറ്റേ മോദിയുടെ എവിടെയൊക്കെ സീറ്റ് പിടിക്കുന്നതെന്ന് തോന്നണേ? നമ്മുടെ ഒരു പാലക്കാട് വൈക്കമൊക്കെ പിടിക്കാൻ സാധ്യത. പാലക്കാട് വൈക്കൊക്കെ പിടിക്കാൻ സാധ്യതയാണ്. BJP വന്നെങ്കിൽ നല്ലതായിരിക്കും. കുഴപ്പമില്ല, അല്ലാതെ നമ്മുടെ വികസനങ്ങളും അതെല്ലാം കാര്യങ്ങളിലും ഒരു മാറ്റം വരും. കേന്ദ്ര സർക്കാരിന്റെ എല്ലാം കിട്ടിയാലേ കേരളത്തിന് രക്ഷയുള്ളൂ. ഒരു പുതിയൊരു സർക്കാർ വന്നെങ്കിൽ നന്നായിരിക്കും. തീർച്ചയായിട്ടും ഒരെണ്ണെങ്കിലും കിട്ടുന്ന ഉറപ്പാണ്. 1 അല്ല 2 സീറ്റ്. എവിടെയായിരിക്കും ചേട്ടൻ ഒരു നിഗമനത്തില്? ശരിക്കും പറഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് പറയാൻ പറ്റുന്ന ഒരു അല്ല. എന്നാലും എവിടെയായിരിക്കും ഏകദേശം ഒരെണ്ണെങ്കിലും കിട്ടുന്നത്? എവിടെയായിരിക്കും കൺഫേം ആണെന്ന് പറയണ ഒരു സ്ഥലം? ഒന്നെങ്കിൽ തൃശ്ശൂർ അല്ലെങ്കിൽ തിരുവനന്തപുരം, തൃശ്ശൂർ. നമ്മുടെ തൃക്കാക്കരയിൽ അഖിൽമാരാർ ജയിക്കുന്നുണ്ടോ? പാടാണ്. ഓക്കെ. എന്നാൽ BJP ഒരെണ്ണം ഉറപ്പാണ്. ഒരു താമര എന്തായാലും വിരിയും. ഓക്കെ, താങ്ക് യു. ഓക്കെ. BJP പിടിക്കട്ടെ എന്നാണ് വിചാരിക്കുന്നത്, അല്ലാതെ വേറെ ഒന്നുമില്ല. അവരെന്തുമാത്രം പൈസയൊക്കെ മുടക്കി ഇറങ്ങിയിരിക്കുകയാണ്. പിന്നെ ജനങ്ങളുടെ ഇടയിൽ എന്താണ് വിഘടനവാദം കൊണ്ടുവരുന്നവരാ. അത് ഇന്ത്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് വിജയിക്കില്ല, ഉറപ്പാണ്. കേരളത്തിലോ? ചേട്ടൻ നിഗമനത്തിൽ ചിലപ്പോൾ ഒരു 1 കിട്ടിയായി, ഇത്രേ ഉള്ളൂ. എന്തുകൊണ്ടായിരിക്കും ഒന്നും ഇപ്പൊ ഇവിടെ കൊടുക്കാനുള്ളത്? തയ്യാറ് ഒരു പാലക്കാട് ഒരു അഡ്ജസ്റ്റ്മെന്റ് പോലെയാണ് കാണുന്നത്. ശോഭാ സുരേന്ദ്രനെ നിർത്തിയിട്ട് ഒരു കോമാളിത്തരം കെട്ടി നടക്കണവനെ കൊണ്ട് സ്ഥാനാർത്ഥിയാക്കിയിട്ട് ശോഭാ സുരേന്ദ്രൻ ജയിക്കുന്നാണ് പറയുന്നത്. അങ്ങനെയാണ് സാധ്യത. കാരണം ഇവർ തമ്മിലൊരു അഡ്ജസ്റ്റ്മെന്റ് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ പറ്റുന്നത് ഞങ്ങൾക്ക് തോന്നുന്നത്.